ശാന്തി 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 என் சென்றாய் சென்றனை தாண்டி இனி நீதான் என்று நந்தாதே. വാടി തേടി നടന്നു നടന്നു ആരാൻ മനസ്സിൽ മഴ പോലെ ഒരു കാറ്റ് പോലെ പുണരുന്ന പോലെ കൊഞ്ചിയൊഴുകുന്നിരുന്ന ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്രമാത്രം ഒരു മുന്നോട്ട് കാണിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നത്തെ? തീർച്ചയായിട്ടും അതിൻ്റെ സെമി ഫൈനൽസ് കടന്നിരിക്കുന്നത്. ഫൈനൽസ് തീർച്ചയായിട്ടും വൻപിച്ച വിജയം ലഭിക്കും. ഈ തവണത്തെ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പോലും കബളിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല നടക്കുകയാണ്. അയ്യപ്പ കോപം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പത്മകുമാർ അകത്ത എന്തിനാ ഇനി കുറേ പേര് അകത്താകുന്നുണ്ട്. എന്താണ് സ്വർണ്ണപ്പാളി എന്ന് എഴുതിയത് വെട്ടി ചെമ്പ് പാളി എന്നാക്കി. അതെന്തിനാ? ഹൈക്കോടതി പറഞ്ഞു ആ കൊണ്ടുപോയ പാളിയല്ല, സ്വർണം പൊതിഞ്ഞ പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയതാക്കി. അത് വലിയ വിലയ്ക്ക് വിറ്റിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ സംഘങ്ങളുണ്ട്. അങ്ങനെ ശബരിമലയെ പോലും പരിപാവനം ശബരിമലയെ പോലും ഒരു കൊള്ള വിധേയമാക്കിയ ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ നാട്ടിൽ ദരിദ്രരെല്ലാം ഇല്ലാതായിരിക്കുന്നു. എൻ്റെ നിയോജനത്തിൽ തന്നെ എത്ര പേരാണ്? 902 പേര് 2019. കിടപ്പ് രോഗികൾ അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എൻ്റെ അടുത്തുണ്ട്. തൊടുപുഴയിൽ അത്രയും ആളുകളുണ്ടെങ്കിൽ കേരളത്തിലാകെ നോക്കിയാൽ ഒരു നിയോജനമണ്ഡലത്തിൽ 1000 പേര് ചൂട്ടിയാൽ 1,40,000-ഓളം കിടപ്പ് രോഗികളുള്ളപ്പോൾ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കി. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആ വ്യക്തിയോട് അതല്ലേ നമുക്ക് ഒറ്റക്കെട്ടായി കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരള